രക്തം കട്ടപിടിക്കുന്നതുമൂലം ധമനികളിലുണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ പ്രക്രിയയാണ് മെക്കാനിക്കൽ ത്രോംബക്ടമി. സങ്കീർണമായ പക്ഷാഘാതത്തിൽ നിന്ന് നൂറുകണക്കിന് പേരെയാണ് ഈ ചികിത്സാ പദ്ധതിയിലൂടെ രക്ഷിച്ചുപോരുന്നത്. ഇതിനെക്കുറിച്ച് ആളുകളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും മെയ് 15 പക്ഷാഘാത മെക്കാനിക്കൽ ത്രോംബക്ടമി ദിനമായി ആചരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ 5 ലക്ഷം വരെയാകുമ്പോൾ സർക്കാർ മേഖലയിൽ 2 ലക്ഷത്തിൽ താഴെയാണ് ചെലവ് വരുന്നത്. 2015-ലാണ് ഇത് നിലവിൽ വന്നത്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ പദ്ധതി ലഭ്യമാണ്. ചികിത്സാ പദ്ധതി മുൻനിര സ്വകാര്യ ആശുപത്രികളിലുമുണ്ട്. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് പക്ഷാഘാതത്തിന് പ്രധാന കാരണമാകുന്നത്. സ്റ്റണ്ട് അല്ലെങ്കിൽ ആസ്പിരേഷൻ കത്തീറ്റർ ഉപയോഗിച്ചാണ് ഇവ നീക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ കുറവും സംവിധാനങ്ങളുടെ അഭാവവും കാരണം സംസ്ഥാനത്ത് മെക്കാനിക്കൽ ത്രോംബക്ടമി ഇനിയും വ്യാപകമായിട്ടില്ല. പക്ഷാഘാത ലക്ഷണങ്ങളോടെ എത്തുന്ന രോഗികളെ ഉടൻ CT, MRI സ്കാനിങ്ങുകൾക്ക് വിധേയമാക്കണം. രക്തസ്രാവമാണോ രക്തക്കുറവാണോ കാരണമെന്ന് കണ്ടെത്താനാണ് ഇത്. ഇതോടൊപ്പം CT, MRI ആൻജിയോഗ്രാം ചെയ്ത് തലച്ചോറിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്കുണ്ടോയെന്നും കണ്ടെത്തേണ്ടതുണ്ട്. സങ്കീർണമായ ബ്ലോക്കുകൾ മരുന്നിലൂടെ അലിയില്ല. അവിടെയാണ് ത്രോംബക്ടമിയുടെ പ്രാധാന്യം വരുന്നത്. ഇത് നീക്കം ചെയ്യാതിരുന്നാൽ ജീവനും ജീവിതവും പ്രതിസന്ധിയിലാകും. ആൻജിയോഗ്രാമിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ ബ്ലോക്കുണ്ടോയെന്ന് കണ്ടെത്തി രോഗിയെ കാത്ലാബിലേക്ക് മാറ്റി ത്രോംബക്ടമിക്ക് വിധേയമാക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ചികിത്സ വൈകുന്ന ഓരോ നിമിഷവും രോഗി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരുന്നതിന് തടസ്സമാകും. പക്ഷാഘാതത്തിന് ചികിത്സ ലഭിക്കാത്ത ഓരോ മിനിറ്റിലും തലച്ചോറിലെ 2 ദശലക്ഷം കോശങ്ങളും 14 ബില്യൺ നാഡീബന്ധങ്ങളും നശിക്കുമെന്നാണ് കണക്ക്. ന്യൂസ് 4-ന് വേണ്ടി ജിൻസി കുര്യൻ.